പിന്നെ ഇവിടെ വെച്ച് പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു ഹദീസ് ഞങ്ങൾ ഉദ്ധരിച്ചു. എന്തേ ഞങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ളൂ, ഞങ്ങളുടെ വകയായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പറഞ്ഞത് അപ്പടി പറഞ്ഞതാ. കിൽതാ യദൈഹി യമീനുൻ എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇരു കൈകളും വലതാണ്, ഇരു കൈകളും വലതാണ് എന്ന ഒരു റിപ്പോർട്ട് നമ്മൾ ഇവിടെ വായിച്ചു. മുസ്ലിയാരപ്പ പറഞ്ഞു, മുസ്ലിക്ക് അപ്പ ഓർമ്മയും മൂപ്പരിയും കാന്തപുരത്തിനൊക്കെ അങ്ങനെ ഓർമ്മയിരുന്നു. മൂപ്പര് വരെ കണ്ടോ, ഇരു കൈകളും വലതാണെങ്കിൽ ഇപ്പൊ എന്തായിരിക്കും ആ കോലം? ഇപ്പൊ ഇവിടെ ഇങ്ങനെ കൈ ഇങ്ങനെ തൂങ്ങിയിട്ട് അങ്ങനെ ഒരു വികലാംഗൻ. അള്ളാനെ നിങ്ങൾ വികലാംഗനാക്കിയില്ലേ സലാഹി, അള്ളാനെ നിങ്ങൾ വികലാംഗനാക്കിയില്ലേ സലഫി എന്നൊക്കെ മൂപ്പര് ചോദിക്കുന്നുണ്ട്. ഓ പറയട്ടെ, നിങ്ങളോടല്ലേ പലതവണ ആവശ്യപ്പെട്ടത്, ആ ഹദീസ് ഒന്ന് വായിച്ച് അർത്ഥം പറയൂ. കിൽതാ യദൈഹി യമീനുൻ എന്ന ഹദീസ് ഒന്ന് വായിച്ചിട്ട് അർത്ഥം പറയൂ. ഇന്ന് വരെ നിങ്ങൾ തൊടാൻ ധൈര്യപ്പെട്ടിട്ടില്ലല്ലോ. ഇനിയും ആവർത്തിക്കുന്നു, കിൽതാ യദൈഹി യമീനുൻ എന്ന ഹദീസ് ഒന്ന് വായിച്ച് അർത്ഥം പറയണേ. അത് പറഞ്ഞപ്പോ ഒരിക്കൽ മൂപ്പര് മറുപടി പറഞ്ഞു. അതെന്താ, നിങ്ങളാണ് പറഞ്ഞോ അർത്ഥം? പിന്നെ മൂപ്പര് പറയാം, ഞാൻ പറയൂല മൗലവി, എന്നാ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, അലിഫ് ലാം മീം അർത്ഥം പറ മൗലവി, പറ എന്നോട് പറഞ്ഞു. അലിഫ് ലാം മീം പോലെയാണ് എന്ന് പറഞ്ഞ ഭാഗം പെട്ടെന്നൊന്ന് കേട്ടോളൂ. അലിഫ് ലാം മീം എന്ന് ഖുർആനിലുണ്ട്. അതിന്റെ മാന നമുക്കറിയില്ല. അലിഫ് ലാം മീം എന്നത് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു. അല്ലാഹു ഉദ്ദേശിച്ചൊരു മാന അതിനുണ്ട്, പക്ഷേ അതിന്റെ മാന നമുക്കറിയില്ല. യാസീൻ എന്ന് ഖുർആനിലുണ്ട്. കാഫ് ഹാ യാ ഐൻ സാദ് ഖുർആനിലുണ്ട്. അതിന്റെ മാന നമുക്കറിയില്ല. അല്ലാഹു പറഞ്ഞത് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു. അതിന് അല്ലാഹു ഉദ്ദേശിച്ചൊരു മാനയുണ്ട്. മാനയിലേക്ക് നമ്മൾ കടക്കുന്നില്ല. ഇതാണ് സഹോദരന്മാരെ സഹാബത്തും എല്ലാ മഹാന്മാരും പഠിപ്പിച്ചത്. കണ്ടോ, അപ്പൊ അലിഫ് ലാം മീം പോലെയാണ്. അപ്പൊ അലിഫ് ലാം മീം പോലെയാണല്ലേ കിൽതാ യദൈഹി യമീൻ. എന്നാ പിന്നെ നിങ്ങളുടെ ഒറ്റ കിതാബിൽ നിങ്ങൾ പഠിക്കുമ്പോ കിൽതാ യദൈഹി യമീൻ എന്താ അർത്ഥം? കിൽതാ യദൈഹി യമീൻ അലിഫ് ലാം മീം പോലെയാണോ? നിങ്ങളോടല്ലേ എന്ന് ഉദ്ധരിച്ചത്. നിങ്ങളുടെ തന്നെ പ്രസിദ്ധീകരണങ്ങളിൽ തന്നെ മൻഫിസ്സമായി എന്നുള്ളതിന് ആകാശത്തുള്ളവൻ എന്ന് നിങ്ങൾ അർത്ഥം കൊടുത്തിട്ടില്ലേ? അലിഫ് ലാം മീം പോലെയാണോ നിങ്ങൾ അർത്ഥം കൊടുത്തിട്ടില്ലേ? യൻസിലു എന്നതിന് യൻസിലു എന്നാണോ നിങ്ങൾ പറയാറുള്ളത്? ഇറങ്ങും എന്ന് നിങ്ങൾ എഴുതിയിട്ടില്ലേ? ഇറങ്ങി വന്നു നിൽക്കും എന്ന് നിങ്ങൾ എഴുതിയിട്ടില്ലേ? യദുൻ എന്നതിന് കൈ എന്ന് നിങ്ങൾ എഴുതിയിട്ടില്ലേ? വജുഹുൻ എന്നതിന് മുഖം എന്ന് നിങ്ങൾ എഴുതിയിട്ടില്ലേ? അലിഫ് ലാം മീം പോലെയാണെങ്കിൽ നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ ഇതിന് അർത്ഥം വെക്കാൻ പാടുണ്ടോ? നിങ്ങളുടെ തന്നെ മാസികയിൽ റിസാല മാസികയിൽ, റിസാല വാരികയിൽ, നിങ്ങളുടെ റിസാല, അതിൽ നിങ്ങൾ അർത്ഥം കൊടുക്കേണ്ടത് ആകാശത്തുള്ളവൻ നിങ്ങളെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുകയും അന്നേരം ഭൂമി വിറക്കുകയും ചെയ്യില്ലെന്ന് നിങ്ങൾ നിർഭയാവസ്ഥയിലാണോ? അല്ല, ആകാശത്തുള്ളവൻ നിങ്ങളുടെ മേൽ ചരൽ കാറ്റയക്കില്ലെന്ന് നിങ്ങൾ സമാധാനപ്പെടുകയാണോ? അപ്പൊ നിങ്ങൾ ഏതിനാ അർത്ഥം കൊടുത്തത്? മൻഫിസ്സമായി എന്ന് 2 തവണ അതാ സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു ചോദിച്ചിട്ടില്ലേ? അമിൻതും മൻഫിസ്സമാ. നിങ്ങളുടെ ആശയപ്രകാരമാണെങ്കിൽ അലിഫ് ലാം മീം എന്ന് പറയുമ്പോൾ മൻഫിസ്സമാ എന്നിടത്ത് നിങ്ങൾ എന്ത് പറയണം? മൻഫിസ്സമാ അങ്ങനല്ലേ പറയാൻ പാടുള്ളൂ. പക്ഷെ നിങ്ങൾ എന്താ കൊടുത്തത്? മൻഫിസ്സമാ എന്നുള്ളത് എന്താ? നിങ്ങൾ ആ ആയത്തിന്റെ അർത്ഥം നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ കൊടുത്തപ്പോ നിങ്ങൾ എഴുതിയില്ലേ ആകാശത്തുള്ളവൻ എന്ന്. ആരെ പറ്റി എഴുതിയത്? അള്ളാഹുവിനെ സംബന്ധിച്ച്. അങ്ങനെ നിങ്ങളോട് ചോദിച്ചിട്ട്, നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ചോദിച്ചിട്ട് മിണ്ടിയിട്ടില്ലല്ലോ. ഒന്ന് മറുപടി പറയണേ. പിന്നെ മൂപ്പരൊരു പ്രത്യേകമായ ഹാവത്തിൽ